ട്രേഡിംഗ് മീഡിയയുടെ വീക്കിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം നമുക്ക് വെള്ളിയാഴ്ചത്തെ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ക്ലോസിംഗ് നോക്കാം. US മാർക്കറ്റ് ഒരു ഫ്ലാറ്റല്ല, ഒരു നെഗറ്റീവ് ട്രെൻഡാണെന്ന് പറയാം. നസ്ഡാക്ക് 98 പോയിൻറ്റും S&P 13 പോയിൻറ്റും ഡൗ ജോൺസ് 35 പോയിൻറ്റ് പോസിറ്റീവായിട്ടും ക്ലോസ് ചെയ്തിട്ടുണ്ട്. യൂറോപ്യൻ മാർക്കറ്റും ഒരു മിക്സഡ് ട്രെൻഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഗിഫ് നിഫ്റ്റി 107 പോയിൻറ്റ് നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ എൻ്റെ പ്രീ മാർക്കറ്റ് അനാലിസിസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാർക്കറ്റ് ഒരു ബെയറിഷ് മൂവ്മെൻറ്റിനുള്ള സാധ്യത, താഴോട്ട് പൊട്ടി വീഴാൻ സാധ്യതയുണ്ട്. മുകളിലോട്ടുള്ള ലെവൽസ് ഒന്നും വരച്ചിട്ടില്ലായിരുന്നു. കാരണം എൻ്റെ വ്യൂ ഒരു നെഗറ്റീവ് ട്രെൻഡിനുള്ള സാധ്യതയാണ് എൻ്റെ വ്യൂ ഉണ്ടായിരുന്നത്. പക്ഷേ മാർക്കറ്റ് നേരെ ഓപ്പോസിറ്റ് വലിയൊരു റാലി, മാർക്കറ്റ് സ്ട്രോങ് ഒരു ബുള്ളിഷ് റാലി നടത്തിയിട്ട് വീണ്ടും മുകളിലത്തെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടാണ്, റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. വീക്ക്ലി ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വീക്ക്ലി ക്യാൻഡിൽ ഏകദേശം പ്രീവിയസ് റെസിസ്റ്റൻസ് ഈ ഒരു ഏരിയ പ്രീവിയസ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടാണ് താഴോട്ട് വന്നത്. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴോട്ട് വന്നതെങ്കിൽ അടുത്തിനി തിരിച്ചു കയറുന്ന സമയത്ത് ഈ ഒരു റെസിസ്റ്റൻസ് ദുർബലമാകാൻ സാധ്യതയുണ്ട്. ഈസി ആയിട്ടത് ബ്രേക്ക് ഔട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. വെള്ളിയാഴ്ച മാർക്കറ്റ് അവിടെ നിന്ന് നല്ലൊരു ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടാണ് മുകളിൽ ക്ലോസിങ് വന്നിരിക്കുന്നത്. കാരണം അവിടെ റെസിസ്റ്റൻസ് വലുതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല ആ ഒരു ഏരിയയിൽ എത്തിയപ്പോഴത്തേക്കും. അപ്പോൾ ഇനി ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് നമുക്കതൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് കൂട്ടാൻ പറ്റത്തില്ല. കാരണം ഇതിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. തിങ്കളാഴ്ചയും സസ്റ്റെയിൻ ചെയ്ത് മുകളിൽ ക്ലോസിങ് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ കഴിഞ്ഞ ആഴ്ചത്തെ പ്രീ മാർക്കറ്റിൽ ഞാൻ പറഞ്ഞു, ജൂൺ അവസാനത്തിന് മുന്നേ ചിലപ്പോൾ 26,000 തൊടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഈ ഒരു ലെവല് 25,222 മുകളിലോട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് സുഖമായിട്ട് മുകളിലോട്ട് കയറിപ്പോവാൻ സാധ്യതയുണ്ട്. നമുക്ക് ലോവർ ടൈം ഫ്രെയിമിലോട്ട് പോവാം. ലോവർ ടൈം ഫ്രെയിമിൽ അന്ന് തന്നിട്ടുണ്ടായിരുന്ന ലെവല് താഴോട്ട് ഈ ഒരു ലെവല് 24,760 താഴോട്ട് ബ്രേക്കൗട്ട് 15 മിനിറ്റിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് എൻട്രി നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുകളിലോട്ട് ഈ ഒരു ലെവല് 24,826 മുകളിലോട്ട് ബ്രേക്കൗട്ട് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇതുവരെയ്ക്കും ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്ട്രോങ് ഒരു വിക്ക് വന്നു. ആ വിക്ക് വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് ഈ ഒരു ഏരിയ മാർക്കറ്റ് റിജക്റ്റ് ചെയ്യുമെന്നാണ്. 24,900 ഒരു സ്ട്രോങ് റിജക്ഷന് സാധ്യത ഉണ്ടെന്ന് വിചാരിച്ചതാണ്. പിന്നെ മാർക്കറ്റ് കയറിയിട്ടും അവിടെ വീണ്ടും നമുക്കവിടെ ഒരു സെല്ലിംഗ് പ്രഷറുള്ള ഒരു ബെയറിഷ് ക്യാൻഡിൽ 15 മിനിറ്റിൽ ക്രിയേറ്റ് ചെയ്തു. അപ്പോഴാണ് ഞാൻ അവിടെ നിന്ന് എൻ്റെ ഒരു കോൾ കൊടുത്തത്. അവിടെ നിന്ന് സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. പിന്നെ അവിടെ നിന്ന് മാർക്കറ്റ് നല്ല രീതിയിലാണ് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയത്. നമുക്ക് തിങ്കളാഴ്ചത്തെ ലെവൽസ് നോക്കാം. അതിന് മുന്നേ ഞാൻ ഈ ലെവൽസ് എല്ലാം ഒന്ന് ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, തിങ്കളാഴ്ചത്തെ മാർക്കറ്റിൽ ഏകദേശം 24,900 ഏരിയ, ഈ ഒരു ഏരിയയ്ക്ക് താഴോട്ട് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ മാത്രമേ, അതായത് മിക്കവാറും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചുകൊണ്ട് മാർക്കറ്റ് ഒരു നെഗറ്റീവ് ഓപ്പണിങ്ങിനുള്ള സാധ്യതയുണ്ട്. അപ്പം ഒരു ഗ്യാപ്പ് ഡൗൺ ആണ് വരുന്നതെങ്കിൽ ഈ ഒരു ഏരിയയ്ക്ക് താഴെ 24,982 താഴെ ഒരു 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ മാത്രം മാർക്കറ്റ് ഏകദേശം 24,900 വരയ്ക്കും വരാൻ സാധ്യതയുണ്ട്. 24,900. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഒരു 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലിൻ്റെ ക്ലോസിങ് ഇതുവരയ്ക്കും മാർക്കറ്റ് നോൺ ട്രേഡിംഗ് സോണാണ്. ഇവിടെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം, സ്കാൽപ്പ് ചെയ്ത് ഇറങ്ങാം. മാർക്കറ്റ് ഒരു നെഗറ്റീവ് ഓപ്പണിംഗ് ആണ്, ഒരു ഗ്യാപ്പ് ഡൗണിലാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റ് ഇവിടുത്തെ ക്യാൻഡിൽ നോക്കുക. 15 മിനിറ്റിൽ മാർക്കറ്റ് താഴോട്ട് സസ്റ്റെയിൻ ചെയ്ത് ക്ലോസിങ് വരികയാണെങ്കിൽ മാത്രം താഴോട്ട് 24,900 വരയ്ക്കും ഏകദേശം 100 പോയിൻറ്റോളം ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മുകളിലോട്ട്
25,000 ശ്രദ്ധിക്കുക. ഈ ഒരു ലെവല് സോറി 25,000 അല്ല 25 ഇന്ന് വെള്ളിയാഴ്ചത്തെ ഹൈ തന്നെയാണ്. മാർക്കറ്റ് 25,000 മാർക്കറ്റ് എത്തിയിട്ട് ഇവിടെ ഒരു മിനിറ്റ് മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗൺ വന്ന് ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ 25,000 ആ ഒരു ഏരിയയിൽ മാർക്കറ്റ് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ 15 മിനിറ്റ് ക്യാൻഡിൽ താഴോട്ട് ക്ലോസിങ് നിൽക്കാണ്ട് ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇവിടെ തന്നെ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് എങ്കിലും മുകളിൽ ചെറിയ ക്യാൻഡിലുകൾ നോക്കുക. ഇവിടെ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു പുൾ ബാക്കിനുള്ള സാധ്യതയുണ്ട്. 24,892 25,000 റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് ഈ സപ്പോർട്ടിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്താണ് നിൽക്കുന്നതെങ്കിൽ ഇവിടെ നിന്ന് പിന്നെ ഒരു പുൾ ബാക്കിനുള്ള സാധ്യതയുണ്ട്. ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ തന്നെയായിരിക്കും 25,137. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് 25,222 ഈ ഒരു ഏരിയ. ഓക്കെ, ഇത് ഒരു ഗ്യാപ്പ് ഡൗണോ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങോ വന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ ശ്രദ്ധിക്കുക. ഇവിടെ നിന്ന് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് കയറും. ഇനി നേരെ മറിച്ച് ഇപ്പോഴത്തെ ഗ്ലോബൽ മാർക്കറ്റിന് അല്ലെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റിക്ക് എതിരെ ഒരു ഗ്യാപ്പ് അപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഏരിയയിൽ എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് അപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ലെവൽ ശ്രദ്ധിക്കുക. 25,222 ശ്രദ്ധിക്കുക. ഇവിടെ നിന്ന് മുകളിലോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ മാത്രമേ ട്രേഡ് എടുക്കാവൂ. 15 മിനിറ്റ് ക്യാൻഡിൽ മുകളിലോട്ട് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാത്രം മുകളിലോട്ടുള്ള ട്രേഡ് എടുക്കാവൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ നോക്കുക. മാർക്കറ്റ് ഇവിടെ നിന്ന് താഴോട്ട് വരാൻ സാധ്യതയുണ്ട്. 25,222 ഉള്ളിൽ ഒരു ഗ്യാപ്പ് അപ്പ് കിട്ടി ആദ്യത്തെ 5 മിനിറ്റ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നേരെ താഴെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മിക്കവാറും 25,000 വരയ്ക്കും മാർക്കറ്റ് ഇറങ്ങി വരും. അപ്പം ഈ രണ്ട് ലെവലും ശ്രദ്ധിക്കുക. മുകളിലത്തെ ലെവൽ 25,222 താഴത്തെ ലെവൽ എന്ന് പറയുന്നത് 24,982. അപ്പം ഇതാണ് നമ്മുടെ വ്യൂ എന്ന് പറയുന്നത്. ഒരിക്കലും ഈ ലെവൽ വെച്ചല്ല ട്രേഡ് എടുക്കേണ്ടത്. ഇത് നമ്മുടെ വ്യൂ ആണ്. ഇവിടെ നിന്ന് മുകളിലോട്ട് ഒരു ബ്രേക്കൗട്ട് കിട്ടുന്ന സമയത്ത് നേരെ നമ്മുടെ ഇൻട്രാഡേ ചാർട്ടിൽ പോവുക. അവിടുത്തെ ഈ ഏരിയയിൽ വരുന്ന സപ്പോർട്ടും റെസിസ്റ്റൻസും നോക്കിയിട്ട് വേണം എൻട്രി എടുക്കാൻ. അതുപോലെ തന്നെ ഗ്യാപ്പ് അപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തുള്ള ഇൻട്രാഡേ ചാർട്ടിലുള്ള ലെവൽസ് നോക്കുക. അവിടെ നിന്ന് നമുക്കൊരു റെസിസ്റ്റൻസ് വരികയാണെങ്കിൽ താഴോട്ട് എൻട്രി എടുക്കുക. ഈ ഏരിയയിലുള്ള 24,882 25,000 വരുന്ന ഇൻട്രാഡേ ചാർട്ട് നോക്കുക. ഇവിടെ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എൻട്രി എടുക്കുക. ഇതെന്ന് പറയുന്നത് ലോങ് ടൈം വ്യൂവിനുള്ളതാണ്. നമുക്ക് ലോങ് ടൈം അല്ല, ഒരു ഇൻട്രാഡേക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വ്യൂവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചാർട്ട് മെയിൻ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഡേറ്റയിലോട്ട് പോകാം. ഡേറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്കിൽ സ്ട്രോങ് ബുള്ളിഷ് ആയിരുന്നു. ഏകദേശം 7,941 കോടിക്ക് FIS സ്റ്റോക്ക് ബൈ ചെയ്തു. DIS സെല്ലിംഗ് ആയിരുന്നു. 3,080 കോടിക്ക് സെല്ലിംഗ് ആയിരുന്നു. ബാക്കി ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൻ്റെ ഡേറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ FIS 1.55 ലാക്ക് ക്വാണ്ടിറ്റിക്ക് കോൾ ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1.68 ലാക്ക് ക്വാണ്ടിറ്റിക്ക് പുട്ട് ഓപ്ഷനും ബൈ ചെയ്തിട്ടുണ്ട്. രണ്ടും ബൈയിങ് ആണ്. ഫ്യൂച്ചേഴ്സിൻ്റെ ഒരു സെല്ലിങ് ഒരു ക്വാണ്ടിറ്റി സെയിം തന്നെയാണ്. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് സെല്ലിംഗ് തന്നെയാണ് FIS ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോ ഫ്യൂച്ചേഴ്സ് ബൈയിങ്ങിലോട്ട് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു മാസമായിട്ട് സെല്ലിംഗ് ആയിരുന്നതാണ്, പിന്നെ ബൈയിങ്ങിലോട്ട് മാറിയിട്ടുണ്ട്. പ്രോ ഫ്യൂച്ചേഴ്സ് ബൈയിങ്ങിലോട്ട് പോയപ്പോൾ തന്നെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 3.24 ലാക്ക് ക്വാണ്ടിറ്റി കോൾ ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ട്. കോൾ ഓപ്ഷൻ 3.24 ലാക്ക് ക്വാണ്ടിറ്റി ബൈ ചെയ്തിട്ടുണ്ട്. ക്ലൈൻറ്റ് കോൾ ഓപ്ഷൻ സെല്ലിംഗ് ആണ്. നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടെ നോക്കാം.
ഓക്കെ, ഓപ്പൺ ഇൻട്രസ്റ്റ് ഫുള്ള് സപ്പോർട്ടാണ്. താഴെയെല്ലാം 25,000 സപ്പോർട്ടാണ്. അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ പിന്നെ 24,800 സപ്പോർട്ടാണ്. ഏറ്റവും കൂടുതൽ പുട്ട് റേറ്റിംഗ് നടന്നിരിക്കുന്നത് 24,000-ലാണ്. അതുപോലെ തന്നെ മുകളിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ റെസിസ്റ്റൻസ് നിഫ്റ്റിക്ക് വരുന്നത് 25,500-ലാണ്. അതുപോലെ തന്നെ നമ്മൾ ഡേറ്റയിലും പ്രോ സ്ട്രോങ് ബയ്യിങ് ആണ് ചെയ്തിരിക്കുന്നത്. ഓപ്ഷൻ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചേഴ്സും ബൈയിലോട്ട് മാറി, ക്ലൈൻറ്റും ബയ്യിങ് തന്നെയാണ് ഫ്യൂച്ചേഴ്സ്. ഓക്കെ, മാർക്കറ്റ് മിക്കവാറും വീണ്ടും ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ വന്നാലും മിക്കവാറും വെള്ളിയാഴ്ചത്തെ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ മെയിനായിട്ട് എല്ലാവരും നോക്കുന്നത് ഡേ ക്യാൻഡിൽ നോക്കും. വലിയ ബുള്ളിഷ് വന്നിട്ടുള്ള ദിവസങ്ങളിലൊക്കെ, വലിയ ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ടുള്ള ദിവസങ്ങളിലൊക്കെ മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സ് വന്നിട്ടുണ്ട് അല്ലേ. ഇതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ വലിയൊരു റാലി വന്നതിന് ശേഷം ഇവിടെ നമുക്ക് മാർക്കറ്റ് പുൾ ബാക്ക് കൊടുത്തു താഴോട്ട്. അതുപോലെ തന്നെ ഇവിടെ വലിയൊരു റെഡ് ക്യാൻഡിൽ വന്നതിന് ശേഷം ഇവിടെ നിന്നൊരു റിവേഴ്സ് പോയി മുകളിലോട്ട്. പിന്നെ ഇവിടെ നിന്ന് വീണ്ടും നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ എത്തിയതിനു ശേഷം ഇവിടെ നിന്ന് വീണ്ടും താഴോട്ട് വന്നു. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എല്ലാവരും വിചാരിക്കുന്നതെന്ന് അറിയോ, ഇവിടെ വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തു, അടുത്ത് ഇവിടെ നിന്ന് മാർക്കറ്റ് നേരെ താഴോട്ട് വരാൻ സാധ്യതയുണ്ട് എന്നാണ്. ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ, മെയിൻ റെസിസ്റ്റൻസ് ഏരിയ ഓൾറെഡി 2 വട്ടം ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞു. ഇവിടെ ഇനി പെൻഡിങ് ഓർഡേഴ്സിനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇനി താഴോട്ട് വന്നു കഴിഞ്ഞാലും അടുത്തൊരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയയിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാൻ സാധ്യതയുണ്ട്. അതായത് നേരത്തെ റെസിസ്റ്റൻസ് ഏരിയ, ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ അടുത്ത് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാനാണ് സാധ്യത കൂടുതൽ. അപ്പം ആരും പാനിക് സെല്ലിംഗ് ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട്, കാരണം ഇപ്പോഴത്തെ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇറാനും ഇസ്രയേലും തമ്മിൽ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാകുന്നു, ഒരു 3-ാം ലോക മഹായുദ്ധത്തിൽ പോകുന്ന രീതിയിലുള്ള സാധ്യതകൾ കാണുന്നു. കാരണം അമേരിക്ക ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പം അത്തരത്തിൽ വലിയൊരു ഭീതി ഉണ്ടായിട്ട് പോലും ഇന്ത്യൻ മാർക്കറ്റ് അതൊന്നും കണ്ടില്ല എന്ന് വെച്ചുകൊണ്ടാണ് മാർക്കറ്റിൻ്റെ ഒരു മുന്നേറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇന്ത്യൻ മാർക്കറ്റിനെ വലുതായിട്ട് ബാധിക്കും, ഇത്തരം ഊഹാഭോഗങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിനെ വലുതായിട്ട് ബാധിക്കുമെന്ന് തോന്നുന്നില്ല. എങ്കിലും നോക്കുക, ഇൻട്രാഡേ ലെവൽസ് കൃത്യമായിട്ട് നോക്കിയിട്ട് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ഫയേഴ്സിലെന്ന് നമുക്ക് സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺ പ്രൈസ് ആക്ഷൻ്റെ ഡിമാൻഡ് സോണും സപ്ലൈ സോണും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു സ്ട്രോങ് സെല്ലിംഗ് ഏരിയ വരാൻ സാധ്യത ഉള്ള ഏരിയ എന്ന് പറയുന്നത് നേരത്തെ ഞാൻ ഡേ ക്യാൻഡിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു ഏരിയ തന്നെയാണ്. ഏകദേശം ജൂൺ 11 125 മിനിറ്റിൻ്റെ ക്യാൻഡിൽ നോക്കുക. അതൊരു സ്ട്രോങ് ബേസ് ക്യാൻഡിലാണ്, റിവേഴ്സ് ക്യാൻഡിലാണ്. അവിടെ നിന്നൊരു റിവേഴ്സ് വന്നിട്ടുണ്ട്, റാലി ബേസ് ഡ്രോപ്പ് ക്യാൻഡിലാണ്. അപ്പം നമുക്ക് 125 മിനിറ്റിൽ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് സോണുണ്ട്. അതിനുള്ളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 75 മിനിറ്റ്സിൻ്റെ ഫൈൻ ട്യൂൺ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 75 മിനിറ്റ്സിൻ്റെ ലോവർ ടൈം ഫ്രെയിം വരുന്നുണ്ട്. അതും സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയ ആണ്. അതിനുള്ളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ 75 മിനിറ്റ്സ് സെയിം തന്നെയാണ്. അതിൻ്റെ ഉള്ളിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും 15 മിനിറ്റ്സിൽ ഫൈൻ ട്യൂൺ ചെയ്യുമ്പോഴത്തേക്കും വീണ്ടും അവിടെ റെസിസ്റ്റൻസ് വരുന്നുണ്ട്, സപ്ലൈ സോൺ വരുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് കയറിയാലും ഈ ഒരു ഏരിയ സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരിക്കും. ഈ ഒരു ഏരിയ സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരിക്കും. അപ്പം ഇതെപ്പോഴെങ്കിലും PS'd ആവുകയാണെങ്കിൽ മാത്രം താഴോട്ട് വരുന്ന സമയത്ത് അടുത്ത് ക്രിയേറ്റ് ചെയ്യുന്ന സപ്പോർട്ട് സോണിൽ നിന്ന് നമുക്ക് എൻട്രി എടുക്കാം. താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 25 മിനിറ്റ്സിലുള്ള ഈ ഒരു ഡിമാൻഡ് സോണ്, ഇതിൻ്റെ വാല്യൂ വരുന്നത് 25,031 തൊട്ട് 25,079 വരേക്കാണ്. സ്ട്രോങ് ഇവിടെ നിന്നൊരു ബൈയിങ് പ്രഷർ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് ഇൻട്രാഡേ ചാർട്ടിലോട്ട് പോകാം. ഇൻട്രാഡേ ചാർട്ടിൽ വെള്ളിയാഴ്ച ഈ ലെവൽസ് എല്ലാം ലൈവ് മാർക്കറ്റിൽ തന്നതാണ്. കാരണം അന്ന് ഞാൻ മുകളിലോട്ട് ലൈനൊന്നും വരച്ചിട്ടില്ലായിരുന്നു, റെസിസ്റ്റൻസ് ഒന്നും വരച്ചിട്ടില്ലായിരുന്നു. താഴോട്ട് സപ്പോർട്ടുകൾ മാത്രമേ വരച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. CPRന് മുകളിൽ ഒരു ഓപ്പണിംഗ് കിട്ടി. ഞാൻ ഈ ഒരു ഏരിയ 24,922, 935 ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു റിവേഴ്സ് പ്രതീക്ഷിച്ചതാണ്. പക്ഷേ മാർക്കറ്റ് അവിടെ നിന്ന് മുകളിലോട്ട് കയറിപ്പോയി. ഓക്കെ, തിങ്കളാഴ്ച വൈഡ് CPR ആണ് 24,959 തൊട്ട് 25,079 വരേക്കാണ് വരുന്നത്. ഏകദേശം 120 പോയിൻറ്റിൻ്റെ CPR ആണ്. മാർക്കറ്റ്
ഒരു ഗ്യാപ് ഡൗൺ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവല് എത്തിയാൽ 25,028 25,011 മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ CPR മിക്കവാറും താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അതായത് ഈ ഒരു ലെവലിലോട്ട് മാർക്കറ്റ് എൻട്രി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ CPRലല്ല, CPRനുള്ളിലുള്ള 25,028 25,011 മാർക്കറ്റ് എൻട്രി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ CPR ബ്രേക്കൗട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇതിന് മുകളിൽ ഒരു ഗ്യാപ്പ് അപ്പ് ആണ് വരുന്നതെങ്കിൽ തിരിച്ച് ഇവിടെ വരുന്ന സമയത്ത് ഈ ഭാഗത്തെങ്ങാനും ഒരു ഗ്യാപ്പ് അപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ 25,134 നോക്കുക, ഏതാണ് പ്രീവിയസ് ഡേ ഹൈ. ഈ ഒരു ഹൈ താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ CPR പ്രതീക്ഷിക്കാം. CPRനുള്ളിലുള്ള 25, 28, 25,011 ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 24,919, 24,903 പ്രതീക്ഷിക്കാം. മുകളിലോട്ട് ഒറ്റ ലെവലേ ഉള്ളൂ, 25,029, 25,027. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു ലെവല്. ഇതിനുള്ളിൽ കൃത്യമായിട്ട് പ്രൈസ് ആക്ഷൻ നോക്കുക. പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് ഒരുപാട് പ്രൈസ് ആക്ഷൻ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒരു 2 ക്യാൻഡിൽ വരച്ചിട്ട് അതിനെ പ്രൈസ് ആക്ഷൻ എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള ലോജിക്ക് കൂടെ നോക്കുക. കൃത്യമായിട്ടുള്ള പ്രൈസ് ആക്ഷൻ വീഡിയോസ് കാണുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിനനുസരിച്ച് എൻട്രി നോക്കുക. അപ്പോൾ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള തിയറി അനുസരിച്ചുള്ള പ്രൈസ് ആക്ഷൻ ഈ ഒരു സോണിനുള്ളിൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ, കാരണം ആ ഒരു തിയറി വെച്ചാണ് നമ്മളിവിടെ 125 മിനിറ്റിൻ്റെയും 75 മിനിറ്റ്സിൻ്റെയും 15 മിനിറ്റിൻ്റെയൊക്കെ സോൺ വരച്ചിട്ടുള്ളത്. അപ്പം ഇതിനകത്ത് എവിടെ നിങ്ങൾക്ക് സെല്ല് ചെയ്യണമെന്ന് വീഡിയോ കണ്ടിട്ടുള്ളവർക്ക്, കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പം കൃത്യമായിട്ട് അവിടുത്തെ ഇത് നോക്കിയിട്ട് സ്റ്റോപ്പ് ലോസ് വയ്ക്കേണ്ടടുത്ത് സ്റ്റോപ്പ് ലോസ് വെച്ച് താഴോട്ട് എൻട്രി എടുക്കാൻ നോക്കുക. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മുടെ ഫയേഴ്സിൻ്റെ നമ്മൾ ഫ്രാഞ്ചൈസി എടുത്തിട്ട് ഇപ്പോൾ 2 ആഴ്ചയാവുന്നു. ഏകദേശം 180 അക്കൗണ്ടുകൾ 2 ആഴ്ച കൊണ്ട് ഓപ്പൺ ചെയ്തു. എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. ഫയേഴ്സിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം എനിക്ക് ക്ലയൻറ്റ് ID വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.